സങ്കല്പങ്ങൾ തളിരിട്ട് പൂക്കുന്ന കൗമാരം. വഴിയെ പോകുന്ന ഏതൊരു പെൺകുട്ടിയും ഐശ്വര്യറായാണെന്നും ചൊറിത്തവളകൾ വരെ ക്യൂട്ടാണെന്നും തോന്നിപ്പിക്കുന്ന കോരിത്തെരുപ്പുകളുടെ കൗമാരകാലം. ഏതു നിമിഷവും ആര് വേണമെങ്കിലും പ്രണയിക്കാൻ 100% റെഡിയായി പെരുകി നെഞ്ചു വിരിച്ചു കാത്തു നിന്നിട്ടും ആ ഭാഗ്യം കൈവന്നത് 4ാം ക്ലാസ്സിൽ 4 തവണ മുട്ടയിട്ട് പൊട്ടിയ പെരുക്കിയുടെ ചേച്ചി കുമാരി ഗോമതി ഓമനക്കുട്ടനായിരുന്നു. ഗോപാലുണ്ടോ വീട്ടിൽ? ഓ, അവൻ ചക്കപ്പഴം കഴിച്ച് അവിടെ എവിടെ വയറിളകി കിടക്കുക. ഡാഡിയില്ല, മമ്മിയില്ല, ഗോപാലുമില്ല. എൻജോയ് ചെയ്യാമെന്നും കണ്ടത് ക്യാമറയിലാക്കി പെങ്ങളെയും ഭാവി അളിയനെയും ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്നും വ്യാമോഹിച്ച് പെറുക്കി നടുകുടുക്കി കിടപ്പിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാസം 1 ഉമിനീര് പോലും ഇറങ്ങാതെ ഗവൺമെന്റ് ആശുപത്രിയുടെ നാറ്റം പിടിച്ച കിടക്കയിൽ ഒറ്റ കിടപ്പ് കണ്ടപ്പോൾ പെറുക്കിയോട് ഡാഡി ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. നീ ആരാടാ ഊവേ? ഷാജഹാനാണെന്ന് കരുതിയോ? താജ്മഹലിൽ നിന്ന് ചാടിയ പോലെ ഉണ്ടല്ലോ കിടപ്പ് കണ്ടാൽ. അന്ന് മുതൽ പെരുക്കിക്ക് മറ്റൊരു പേര് കൂടെ വീണു, കൂനൻ ഗോപാലൻ. സമയം വീണ്ടും ആരംഭിക്കുകയാണ്. ആലോചിച്ച് കഴിഞ്ഞോ? എന്താണ് പെരുക്കിച്ചേട്ടന്റെ ഉത്തരം? പെരുക്കിച്ചേട്ടാ, സൽമാൻ ഖാൻ ഐശ്വര്യയ്ക്ക് വേണ്ടി പണിതല്ലേ അത്? സിനിമ കണ്ടിട്ടില്ലേ? ഹം ദിൽ ദേ ചുകേ സനം, നിബുഡ നിബുഡ. എന്തായിരുന്നു റൊമാൻസ്? അത് സിനിമയിലെ താജ്മഹൽ. ഇത് ചോദ്യം അതല്ലല്ലോ. ഓ, പെരുക്കിച്ചേട്ടന് അത്രയ്ക്ക് ഉറപ്പായി ശ്രമിക്കുക. കമ്പ്യൂട്ടർ കിളിയോട് ചോദിക്കട്ടെ? ധൈര്യമായി ചോദിച്ചോളൂ. കമ്പ്യൂട്ടർ കിളി, പെരുക്കി പറഞ്ഞിരിക്കുന്ന ഉത്തരം എ ഷാജഹാൻ. പെരുക്കിച്ചേട്ടാ, അങ്ങനെ പെരുക്കിച്ചേട്ടൻ 4 ചോദ്യങ്ങളുടെ ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞ് അടിവെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പെരുക്കിച്ചേട്ടൻ അത് കണ്ടോ, ആയിരിക്കുന്ന 1 കോടി സമ്മാനത്തിനിടയിൽ 2 ചോദ്യങ്ങളുടെ അകലം മാത്രം. കേവലം 2 ചോദ്യങ്ങൾ. അതുകൊണ്ട് പെരുക്കിച്ചേട്ടൻ ഉള്ള ബുദ്ധി ഉപയോഗിച്ച് ഇനി അടുത്ത ചോദ്യങ്ങൾക്ക് കൂടെ ഉത്തരം പറയണം. അതിനു മുമ്പ് പെരുക്കിച്ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പെരുക്കിച്ചേട്ടന് ഏറ്റവും അധികം ആരാധകന്മാരുള്ളത് ആ ചുരുൾ മുടിയിടകൾക്കാണ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ മുടിയുടെ രഹസ്യം? ഏത് ഷാമ്പോ ഉപയോഗിക്കുന്നത്? ഞാൻ എന്താണെങ്കിലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദിക്കാമല്ലോ? ചോദ്യം ഇതാണ്: കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടെ, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? ഓപ്ഷൻ എ ചാൾസ് ബാബേജ്, ഓപ്ഷൻ ബി വെറും ക്യാബേജ്, ഓപ്ഷൻ സി രാമലിംഗരാജു, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ അബോവ്. പെരുക്കിച്ചേട്ടാ, പെരുക്കേട്ട സമയം ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഉണ്ട്. പെരുക്കിച്ചേട്ട ഓർമ്മിപ്പിച്ച് നന്നായി. ഇതിൽ പെരുക്കിച്ചേട്ട ഒന്നെങ്കിൽ 50-50, അല്ലെങ്കിൽ ഫോൺ എ ഫ്രണ്ട്. ആരെങ്കിലും വിളിക്കാൻ ഉദ്ദേശമുണ്ടോ? പെരുക്കിച്ചേട്ടന് ലൈൻ ഉണ്ടോ നാട്ടില്? ഓക്കെ, നമ്പർ അറിയാമോ? വിളിച്ചോളൂ. ഹലോ, അളിയാ ഗോപാലടിയാ.
എന്താ കണ്ടില്ലേ വിശേഷം? നമ്മുടെ ഹമ്മർ സർവീസിന് കൊടുത്ത് കിട്ടിയായിരുന്നോ? ആ മമ്മിയുടെ സീരീസ് ആണ്. അയ്യോ ഓ ഈ സീരീസ്, ഓ ബെൻസ്, ഓ അത് ശരി. ആ ബെൻസ് മേടിച്ചോ, കുഴപ്പമില്ല. ആ പിന്നെ ലവ് യു അളിയാ, ബൈ. ഈ പെൺകുട്ടിയുടെ എന്ത് ഡമ്പാ? ഉത്തരം മാത്രം ചോദിച്ചോ? ഉത്തരം ചോദിക്കാനൊന്നും അല്ല ഞാൻ വിളിച്ചത്. പിന്നെ ഓണഫ്രണ്ട് ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കളയുന്നല്ലോ എന്ന് വിചാരിച്ചു. അളിയനാണ് കോമൺ സെൻസും ജനറലോജും ഒക്കെ കണക്കാണ്. പെൺകുട്ടിയുടെ അതേ ബുദ്ധിയില്ലേ അടിയിലോ? അങ്ങനെ പറയണ്ട. എന്തായാലും പെൺകുട്ടിയുടെ ബുദ്ധി രാഷ്ട്രമാണ്. ചുളിയുടെ ഇന്റർനാഷണൽ കോളല്ലേ ഒപ്പിച്ചത്. താങ്ക് യു. എന്തായാലും പെൺകുച്ചേട്ടാ, അപ്പം പെൺകുച്ചേട്ടൻ ഉത്തരം പറയൂ. ഉത്തരം എനിക്ക് വളരെ രസകരമായ ഒരു സംഭവം ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. പെൺകുച്ചേട്ടന് വീണ്ടും ഫ്ലാഷ് ബാക്ക് ഫിക്സ് തുടങ്ങി. ലെറ്റ് ഹിം ഡൈ ആൻഡ് വി വിൽ ഗോ ടു ഫ്ലാഷ് ബാക്ക്. കഥയില്ലായ്മയുടെ ഭാഗ്യവും കോരിത്തെറിപ്പുകളുടെ കൗമാരവും കഴിഞ്ഞ് യൗവന തുടിപ്പുകളുടെ പ്രലോഭനങ്ങളിലേക്ക് ഗോപാലൻ മൂക്കും കുത്തി വീണ കാലം. പ്രണയം പണക്കാർക്കു മാത്രം പറഞ്ഞിട്ടുള്ളതാണെന്നും രാഷ്ട്രീയം കാണ്ടാമൃഗങ്ങൾക്കേ ചേരുവെന്നും തിരിച്ചറിഞ്ഞ് പകച്ചു നിന്ന പെരുക്കിയുടെ മുന്നിലേക്ക് നാളെ, നല്ല നാളെ, നിങ്ങൾക്കും ഒരു ജോലി എന്ന മോഹന വാഗ്ദാനവുമായി ഒരു ദേവദൂതനെ പോലെ അയാൾ കടന്നു വന്നു. ഗഫൂർ ഖാൻ. We're gonna